യൂണി ഇൻഫോടെക്കിന്റെ എക്സൽ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേബിൾസ് ആൻഡ് ചാർട്ട്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടേബിൾസ്, ചാർട്ട്സ്, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. ആദ്യം ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എക്സലിനകത്ത് ഡാറ്റാസ് ഗ്രൂപ്പായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ എക്സലിൽ വരുന്ന വർക്ക്ഷീറ്റിലുള്ള ഡിഫറെൻറ്റ് സെക്ഷൻസിനെ പെട്ടെന്ന് ഷോ ചെയ്യാനും അതുപോലെ ഹൈഡ് ചെയ്യാനും ഇത് ഉപകാരപ്രദമാകും. നമുക്ക് റോ വൈസും അതുപോലെ തന്നെ കോളം വൈസും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ കോളം വൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ കോളമാണോ ഗ്രൂപ്പ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡാറ്റ ടാബിനകത്ത് ഗ്രൂപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഇവിടെ മേലെ കാണാൻ കഴിയും. ഇതിലൊരു മൈനസ് സൈൻ ഉണ്ട്, അതായത് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു കോളംസ് ഹൈഡ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിലൊരു മൈനസ് സൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 കോളം ഹൈഡ് ആവും. അതുപോലെ ഈ പ്ലസ് സൈനിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 കോളവും അൺഹൈഡ് ആയിട്ട് വരും. ഇതുപോലെ നമുക്ക് റോസും ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണ്ട റോസ് സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് കൊടുക്കാം. അപ്പോൾ ഇവിടെയും അതുപോലെ വരും. അതുപോലെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ് ആവും, പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അൺഹൈഡ് ആവും. ഇനി സപ്പോസ് നമുക്ക് ഈ ഗ്രൂപ്പ് വേണ്ട, ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അൺഗ്രൂപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതുപോലെ റോസിൻ്റെയും സെലക്ട് ചെയ്തതിന് ശേഷം അൺഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതും അൺഗ്രൂപ്പ് ആവും. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അൺഗ്രൂപ്പ് കൊടുക്കും. അപ്പോൾ ഇതാണ് ഗ്രൂപ്പിൻ്റെ അതുപോലെ അൺഗ്രൂപ്പിൻ്റെയൊക്കെ പർപ്പസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് ടോട്ടൽ പറഞ്ഞ ടോപ്പിക്കാണ്. സബ് ടോട്ടൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സെയിം വരുന്ന വാല്യൂസിൻ്റെ കൗണ്ട് കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ ടോട്ടൽ കാണാനൊക്കെയാണ് സബ് ടോട്ടൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടീഷർട്ട് സൈസ് പറഞ്ഞൊരു കോളം ഉണ്ട്. ഇതിനകത്ത് എക്സ് ലാർജ് ഉണ്ട്, അതുപോലെ സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. അപ്പോൾ ഇതിൽ എക്സ് ലാർജിൻ്റെ മാത്രം കൗണ്ട് കാണാം, അതുപോലെ സ്മോളിൻ്റെ മാത്രം കൗണ്ട് കാണാം, മീഡിയത്തിൻ്റെ കൗണ്ട് കാണാം, അതുപോലെ ലാർജിൻ്റെ കൗണ്ട് കാണാം. ഓരോത്തിൻ്റെയും കൗണ്ട് വന്നിട്ട് അതിൻ്റെ താഴെ താഴെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതാണ് നമ്മൾ സബ് ടോട്ടൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ടീഷർട്ട് സൈസ് വെച്ചിട്ടാണ് കൗണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ സബ് ടോട്ടൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കോളം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡാറ്റ ടാബിനകത്ത് സബ് ടോട്ടൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ പറഞ്ഞൊരു കോളം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് കോളമാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഹെഡിങ് ആയിരിക്കും. ഇതിൽ കോളം ഉണ്ട്, അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ കൊടുക്കാം. ഇവിടെ വന്നിട്ട് യൂസ് ഫംഗ്ഷൻ ഉണ്ട്, അതിൽ കൗണ്ട് പറഞ്ഞ ഫംഗ്ഷനാണ് ഇപ്പോൾ സെലക്റ്റഡ് ആയിരിക്കുന്നത്. കൗണ്ട് കൂടാതെ സം ഉണ്ട്, കൗണ്ട് ഉണ്ട്, ആവറേജ്, മാക്സ്, മിനിമം, പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സം എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മൾ കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവും, കാരണം എത്രണ്ണം എക്സ് ലാർജ് ഉണ്ട് എത്രണ്ണം സ്മോൾ ഉണ്ട് എന്ന് അവിടെ കൗണ്ട് ചെയ്ത് വരും. അപ്പോൾ അതിനിവിടെ യൂസ് ഫങ്ഷൻസിൻ്റെ അവിടെ കൗണ്ട് എടുക്കുന്നുണ്ട്. ഇനി സബ് ടോട്ടൽ നമ്മൾ ആഡ് ചെയ്തിട്ട് എവിടെ കൊടുക്കണം എന്നാണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ടീഷർട്ട് സൈസിൻ്റെ ആ ഒരു കോളത്തിൽ തന്നെയാണ് അത് സബ് ടോട്ടൽ കൊടുക്കാവുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെയാണ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതായത് എക്സ് ലാർജിൻ്റെ കൗണ്ട് 4, സ്മോളിൻ്റെ കൗണ്ട് 8, അതുപോലെ മീഡിയത്തിൻ്റെ കൗണ്ട് 10ഉം ലാർജിൻ്റെ കൗണ്ട് 5. ഗ്രാൻഡ് കൗണ്ട് പറയുന്നത് ഈ 4 സെക്ഷൻ്റെയും ടോട്ടലായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ നമ്മൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ട പോലെ കുറച്ച് ലൈൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ ലെവൽസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെവലിൽ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ മൈനസ് സിമ്പിളിന് കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് ലെവൽ, അതുപോലെ ഓരോ ലെവൽ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ മൊത്തം ലെവൽ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു മൈനസ് സൈനിൽ ക്ലിക്ക് ചെയ്താൽ മതി, മൊത്തം ലെവലും ഹൈഡ് ആവും. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ എക്സ് ലാർജിൻ്റെ കൗണ്ട് 4, അതുപോലെ സ്മോളിൻ്റെ കൗണ്ടിൻ്റെ 8, മീഡിയം കൗണ്ട് 10, ലാർജ് കൗണ്ട് 5, ഗ്രാൻഡ് ടോട്ടൽ പറഞ്ഞാൽ ഈ കൗണ്ടുകളുടെയൊക്കെ ഗ്രാൻഡ് ടോട്ടലാണ്. അപ്പോൾ ഇങ്ങനെയാണ് സബ് ടോട്ടൽ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ കൗണ്ട് മാത്രമല്ല, നമുക്ക് ടോട്ടലും സം വാല്യൂ, ആവറേജ്, മിനിമം, മാക്സിമം ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക.
നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് ടോട്ടൽ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ്. സബ് ടോട്ടൽ നമുക്ക് രണ്ട് രീതിയിൽ റിമൂവ് ചെയ്യാം. ഒന്ന്, സബ് ടോട്ടലും ആ ഒരു കോളം സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോർട്ടിംഗ് ഓർഡറും കൂടി ഡിലീറ്റ് ചെയ്യാം. രണ്ടാമത് വന്നിട്ട് സബ് ടോട്ടൽ മാത്രം ഡിലീറ്റ് ചെയ്യാം. പിന്നെ ആദ്യത്തെ മെത്തേഡ് പറയാൻ പോകുന്നത് സബ് ടോട്ടലും അതുപോലെ തന്നെ അതിനകത്തുള്ള സോർട്ടിങ്ങും എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കോളത്തിലാണ് നമ്മൾ സബ് ടോട്ടൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എക്സ് ലാർജ് സ്മോൾ വരെ നമ്മൾ സോർട്ട് ചെയ്തിരിക്കില്ല. നമ്മൾ ഡാറ്റാസ് അങ്ങനെ തന്നെ സോർട്ടഡ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സോർട്ടിങ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ സോർട്ടിങ്ങും അതുപോലെ തന്നെ സബ് ടോട്ടലും എങ്ങനെ റിമൂവ് ചെയ്യുന്നതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ആ കോളം സെലക്ട് ചെയ്യാം, എന്നിട്ട് സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് റിമൂവ് ഓൾ വരേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ് ടോട്ടൽസ് റിമൂവ് ആകുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത് അൺഗ്രൂപ്പിന്റെ അണ്ടറിൽ ക്ലിയർ ഔട്ട്ലൈൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ് ടോട്ടൽ മാത്രമേ റിമൂവ് ആവുള്ളൂ, സോർട്ടിംഗ് ഓർഡർ അവിടെ തന്നെ നിൽക്കും. ഇനി ഈ തന്നിരിക്കുന്ന ഡാറ്റാസിനെ എങ്ങനെ ടേബിളാക്കി കൺവേർട്ട് ചെയ്യാമെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റാസ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബിനകത്ത് ഫോർമാറ്റ് ആസ് ടേബിൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റൈൽസിൻ്റെ അണ്ടറിൽ ഫോർമാറ്റ് ആസ് ടേബിൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ടേബിൾ സ്റ്റൈൽസ് വരും. അപ്പോൾ ഇതിൽ ഏത് സ്റ്റൈലാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ടേബിൾ സ്റ്റൈലും ഇതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടേബിൾ സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, വേർ ഈസ് ദ ഡാറ്റ ഫോർ യുവർ ടേബിൾ. ടേബിളിന് വേണ്ട ഡാറ്റ ഏതാണ്. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സെൽ അഡ്രസ്സുകളായിരിക്കും അല്ലെങ്കിൽ സെൽ റേഞ്ചുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ വന്നിട്ട് ഇവിടെ മൈ ടേബിൾ ഹാസ് ഹെഡർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് അത് എടുത്ത് കാണിക്കില്ല. അതേസമയം നമ്മളോട് ചെക്ക് ബോക്സിനകത്ത് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ് അത് എടുത്ത് കാണിക്കും. അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഡാറ്റാസൊക്കെ ടേബിളായിട്ട് ഫോർമാറ്റ് ചെയ്യണ്ടാവും. അപ്പോൾ ഇവിടെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ടേബിളിനകത്ത് ബൈ ഡിഫോൾട്ടായി നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽട്ടർ ഓപ്ഷന് ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റാസിനെ ടേബിളാക്കിയിട്ട് ഫോർമാറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ ടേബിൾ പറയുന്നത് എൻഡ് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഒരു റോയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ റോയിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 112 കൊടുക്കുക, അവിടെ എന്തെങ്കിലും പേര് കൊടുക്കുക. ഇപ്പോൾ ഡീറ്റെയിൽസ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ടേബിൾ ഇതുവരെ ആയിരുന്നു. ഇപ്പോൾ നമ്മളൊരു എൻട്രി കൊടുത്തപ്പോൾ ആ ടേബിൾ ഒന്ന് എക്സ്റ്റെൻഡ് ആയി. ഇതുകൂടാതെ നമുക്ക് വേറെ രീതിയിലും ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഡബിൾ ഹെഡഡ് ആരോ കാണും. അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞാലും എക്സ്ട്രാ റോസും കോളംസും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേബിൾ സ്റ്റൈൽ നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു സെല്ല് അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടേബിൾ ഡിസൈൻ വരുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ടേബിൾ സ്റ്റൈലിലോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സെലക്ട് ചെയ്ത സ്റ്റൈൽ അല്ലാണ്ട് വേറെ സ്റ്റൈൽ നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേബിൾ സ്റ്റൈലിലോട്ട് അത് കൺവേർട്ട് ആവുന്നതായിരിക്കും. പിന്നെ വരുന്ന കുറച്ച് ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് ഇവിടെ ഹെഡർ റോ, ടോട്ടൽ റോ, ബാൻഡഡ് റോസ് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ടേബിളിൻ്റെ അപ്പിയറൻസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഹെഡർ റോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡർ റോയിൽ ചേഞ്ചസ് വരും. ഇപ്പോൾ ഓൾറെഡി ടിക്കാണ്, ആ ചെക്ക് ബോക്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ റോ നമുക്കവിടെ കാണാൻ കഴിയില്ല. അതുപോലെ ബാൻഡഡ് റോസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബാൻഡഡ് റോസ് പറയുമ്പോൾ ഗ്രീന് വൈറ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ബാൻഡഡ് സ്റ്റൈലാണ് വരുന്നത്. അപ്പോൾ അത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പോകും. ഇതുപോലെ നമുക്ക് വേണ്ട രീതിക്ക് ടേബിളിനെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിലൂടെ ബാൻഡും കോളംസ് നമ്മൾ ബാൻഡഡ് റോസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബാൻഡഡ് കോളംസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് കോളം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഫസ്റ്റ് കോളം
ഒന്ന് ബോൾഡായിട്ട് വരുന്ന പോലെ സെറ്റ് ചെയ്യാം. ഒരു ടോട്ടൽ റോസ്, ടോട്ടൽ പറഞ്ഞ ആ ഒരു റോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം ഓരോ ഓപ്ഷനും ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ടേബിളിനെ സ്റ്റൈൽ മാറ്റുന്നതും അതുപോലെ ടേബിൾ മോഡിഫൈ ചെയ്യുന്നതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ്, ഈ ടേബിൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ടേബിൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വന്നിട്ട് നോർമൽ റേഞ്ചിലോട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഈ കണ്ടൻസ് അവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ അതിനകത്തുള്ള ഫോർമാറ്റും അത് അവിടെ തന്നെ ഉണ്ടാവും. ടേബിൾ മാത്രം റിമൂവ് ആയി പോകുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഏത് ടേബിളാണോ റിമൂവ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ടേബിൾ ഡിസൈനിനകത്ത് കൺവേർട്ട് ടു റേഞ്ച് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ്, ഡയലോഗ് ബോക്സ് വരും. അതായത് നോർമൽ റേഞ്ചിലോട്ട് ഈ ടേബിളിനെ കൺവേർട്ട് ചെയ്യണമോ. അപ്പോൾ നമ്മൾ യെസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ടേബിൾ ഫോർമാറ്റ് റിമൂവ് ആയിട്ടുണ്ടാവും. പക്ഷെ കണ്ടൻസ് അവിടെ ഉണ്ടാകും, അതുപോലെ ഫോർമാറ്റും ഫോർമാറ്റും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. നമുക്ക് ഫോർമാറ്റും ചേഞ്ച് ചെയ്യണമെങ്കിൽ അതങ്ങനെ ക്ലിയറിൽ പോയിട്ട് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിയർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഹോം ടാബിനകത്ത് ക്ലിയർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആരോയിൽ ക്ലിയർ ഓൾ കൊടുത്തതിനാൽ കണ്ടൻസ് ഉൾപ്പെടെ അത് ക്ലിയർ ആക്കും. നമുക്ക് ഫോർമാറ്റ് മാത്രം ക്ലിയർ ചെയ്താൽ മതി വെച്ചാൽ ക്ലിയർ ഫോർമാറ്റ് കൊടുത്തതിനാൽ ഇത് നോർമൽ റേഞ്ചിലോട്ട് തന്നെ കൺവേർട്ട് ആയിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു ചാർട്ട് ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ഒരു സെയിൽസ് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അവരുടെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ അവരുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ എമൗണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസേർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ചാർട്ട്സ് പറഞ്ഞ ഒരു സെക്ഷനകത്ത് നമുക്ക് വേണ്ട ചാർട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ചാർട്ട്സിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള കുറേ ചാർട്ട് സ്റ്റൈൽ ഉണ്ടാകും. അത് നമുക്ക് ഏതെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു സ്റ്റൈലിന് എടുക്കുന്നത്. അതിൻ്റെ ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പല വേർഷൻസ് ഉണ്ടാവും. 2D ഉണ്ടാവും, 3D ഉണ്ടാവും, 2D ബാർ പറഞ്ഞിട്ട് കുറേ ഉണ്ട്, ഡിസൈൻസ് ഉണ്ട്. അതിൽ ഏത് ഡിസൈനാണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3Dയിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ചാർട്ട് ഇവിടെ വരും. അതായത് സെയിൽസ് പേഴ്സൻ്റെ പേരും അവരുടെ അച്ചീവ്മെൻറ്റ്സിനുള്ള എമൗണ്ടും നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ ഇവിടെ ഈ ഒരു പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ടിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ ആക്സസ് പറഞ്ഞൊരു ഫീൽഡിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് പോയിന്റ് ആവും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അതായത് ഈ ഒരു എമൗണ്ട് ആണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ആക്സസ് ടൈറ്റിൽ ഉണ്ട്. അതിപ്പോൾ അൺചെക്ക് ചെയ്തിരിക്കുകയാണ്. അത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈറ്റിൽ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് വേണ്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് അൺചെക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത ചാർട്ടിനകത്ത് റോസും കോളംസും എങ്ങനെ സ്വിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ റോസിൽ വരുന്നത് റോസ് വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് വാട്സൺ, ചാങ്, ഹസൻ എന്ന് പറയുന്നത് റോസ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇവിടെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ പറയുന്ന കോളം വാല്യൂസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടേബിൾ ചാർട്ട് ഡിസൈൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ സ്വിച്ച് റോ ഓർ കോളം പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും സെയിൽസ് പേഴ്സൻ്റെ പേര് മാറിയിട്ട് മന്ത്സ് ആണ് വരുന്നത്. അപ്പം ഇങ്ങനെ റോസും കോളംസും നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ചാർട്ടിൻ്റെ ടൈപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചേഞ്ച് ചാർട്ട് ടൈപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ട, നമുക്ക് പുതിയ സ്റ്റൈൽ വേണമെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ലൈൻ ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈൻ ചാർട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റൈൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാർ ചാർട്ട് പോയിട്ട് ലൈൻ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്തു.
അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഏത് സ്റ്റൈൽ വേണമെങ്കിലും ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പാറ്റേൺ കുറേ പാലറ്റ്സ് ഉണ്ട്, നമുക്ക് അത് ഏത് പാലറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു പാലറ്റ് എടുത്തതിന് ഫുൾ ബ്ലൂവിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാലറ്റും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ്, ഈ ഒരു ചാർട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഷീറ്റിലോട്ട് എങ്ങനെ മൂവ് ചെയ്യാമെന്നാണ് പഠിക്കാൻ വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചാർട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ചാർട്ട് ഡിസൈൻ ടാബിനകത്ത് മൂവ് ചാർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും, ഒന്ന് ഒബ്ജക്റ്റീവ് ചാലഞ്ചും അതുപോലെ ന്യൂ ഷീറ്റും. അപ്പോൾ നമ്മൾ പുതിയ ഷീറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ഷീറ്റാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചാർട്ട് 4 പറയുന്ന പുതിയ ഷീറ്റായിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അതിനകത്താണ് ഈ ഒരു ഗ്രാഫ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ ഷീറ്റ് കൊടുക്കുക. ചാർട്ട് 4 ആണെങ്കിൽ അത് ഇവിടെ, അല്ലെങ്കിൽ നമ്മുടെ പുതിയ പേര് നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് പറഞ്ഞ ഒരു ഷീറ്റ് നെയിമിലായിരിക്കും അത് ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ടെസ്റ്റ് പറഞ്ഞ ഒരു പുതിയൊരു ഷീറ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ട് അവിടെയാണ് ഈ ഒരു ചാർട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷീറ്റിൽ നിന്നും ഈ ഒരു ഷീറ്റിലോട്ട് മൂവ് ആവുന്നത്. അപ്പോൾ ചാലഞ്ച് പറഞ്ഞ ഷീറ്റിനകത്ത് നമുക്ക് ആ ചാർട്ട് കാണാൻ കഴിയില്ല, അത് ടെസ്റ്റ് പറഞ്ഞ ആ ഒരു ഷീറ്റിലോട്ടാണ് ഇപ്പോൾ മൂവ് ആയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ടേബിൾ കണ്ടൻസിനെയാണ് നമ്മൾ ചാർട്ട് രൂപത്തിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചാർട്ടും അപ്ഡേറ്റ് ആവുമോ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പുതിയ എൻട്രി കൊടുക്കുന്നുണ്ട്, സുജിത്ത് എന്ന് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും വാല്യൂസ് കൊടുക്കാം. അതുപോലെ വീണ്ടും എന്തെങ്കിലുമൊക്കെ വാല്യൂസ് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ നമ്മുടെ ടേബിൾ ഒന്ന് എക്സ്റ്റെൻഡ് ആയി വരും. ഇനി ഈ വാല്യൂസ്, ഇപ്പോൾ കൊടുത്ത വാല്യൂസ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, സുജിത്ത് പറഞ്ഞ ഒരാളുടെ ഡീറ്റെയിൽസും കൂടെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സപ്പോസ് നമുക്ക് ഈ ഒരു സെല്ല് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സുജിത്ത് റിമൂവ് ആകും നോക്കാം. ഞാൻ ഡിലീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സുജിത്തിൻ്റെ വാല്യൂസും ഡിലീറ്റ് ആയി പോയി. അപ്പോൾ നമ്മുടെ ടേബിളിനകത്ത് എന്തൊക്കെ അപ്ഡേഷൻ നടത്തുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ചാർട്ടിലും അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു ട്യൂട്ടോറിയലിന്റെ സമ്മറിയാണ്. ഇപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിനകത്ത് നമ്മൾ ആദ്യം ഡാറ്റാസ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പഠിച്ചു. ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനകത്ത് സബ് ടോട്ടൽ കാണാം. അതുപോലെ തന്നെ ഒരു നോർമൽ റേഞ്ചിനെ എങ്ങനെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാം, ആ ടേബിളിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതിനകത്ത് റോസ് അതുപോലെ കോളംസ് ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ ആ ടേബിളിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ചാർട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ചാർട്ട് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ചാർട്ടിനകത്ത് നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടേബിളിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർട്ട്സിനകത്തും അപ്ഡേറ്റ് ആവും. അതുപോലെ ഈ ചാർട്ടിൻ്റെ സ്റ്റൈൽ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത്.